ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ നമ്മുടെ സ്കിൻ ആൻഡ് ഹെയർ കെയർ ചലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സ്കിൻ കെയർ വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിന്നൊരു ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി നമ്മളിന്ന് ഹെയർ കെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെയറിൽ നമ്മളൊരു നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പു ആണ് കാണുന്നത് നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് എല്ലാ ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെറും ഒരു ഷാമ്പു അല്ല, നമ്മുടെ മുടി നല്ല സിൽക്കി ഷൈനി ആയിട്ട് കെടുക്കുകയും ചെയ്യും. തന്നെ മുടി നല്ലോണം ഗ്രോത്ത് ആവാനും തിക്നെസ് കൂടാനും ഒക്കെ ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഷാമ്പു ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വളരെ രസമല്ലേ, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കണ അത്രയും വലിയൊരു സംഭവം ഒന്നും അല്ല കേട്ടോ, വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എങ്ങനെയാണ് ഈ ഷാമ്പു പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം കണ്ടാലോ, താല്പര്യമുള്ളവർ മാത്രം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ചെയ്ത് നോക്കിയാലും മാത്രം മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കുക, അതിലേക്ക് ഫ്ലാക്സ് സീഡ് ആണ് നമ്മൾ ഈ ഷാമ്പു പ്രിപ്പയർ ചെയ്യാനായിട്ട് ചെയ്യണത്. ആവശ്യത്തിന് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഹെയർ കെയർ വീഡിയോസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ എന്ന് നിർത്താൻ പറയണം ഇങ്ങനത്തെ ഹെയർ കെയർ സ്കിൻ കെയർ. അന്ന് വരെ നമ്മൾ ഹെയർ കെയറും സ്കിൻ കെയറും എനിക്കറിയാവുന്നതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ വെളുത്തിട്ട് പാറുക എന്നുള്ള ഉദ്ദേശമല്ല നമ്മുടെ. ഞാൻ പിന്നെ ഓൾറെഡി കറുത്ത വ്യക്തിയല്ലായിരുന്നു. എനിക്ക് കറുപ്പിനോടും വെളുപ്പിനോടും യാതൊരു വിരോധവും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനെ തന്നെ ഞാൻ ആദ്യം ഒഴിവാക്കിയേനില്ല. അങ്ങനെ കറുത്ത ഒരാൾ എനിക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ കറുത്തവരെ എനിക്ക് പറ്റില്ല എന്നൊക്കെ ആണെങ്കിൽ. കാരണം ഞങ്ങൾ അത്രയും സ്നേഹിച്ചതിലാണ് കഴിച്ചവരെ. അപ്പൊ അതിന്റെ ഒരു ഇത് എനിക്ക് യാതൊരു വിധത്തിലും ഇല്ല. പിന്നെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നന്നായി വർക്കായ കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാവശ്യം കാണിച്ച് നല്ലാന്ന് തോന്നി വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കാണിക്കാറുണ്ട്. അത് നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമില്ല, എന്നെ ഇഷ്ടമില്ല, എൻ്റെ വീഡിയോസ് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പൊ അതേ നമ്മളുടെ ഫ്ലാക്സ് സീഡ് നന്നായി തിളച്ച ചൂടോട് കൂടി നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. കുറച്ച് വെള്ളം മാതിരി കിട്ടും, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിതേ ഈ ഒരു എന്താ പറയാ ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് നമ്മൾ ആവശ്യത്തിന് എടുക്കുക. നമുക്ക് ഷാമ്പു പ്രിപ്പയർ ചെയ്യാൻ ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് നമുക്ക് എന്താ പറയാ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഷാമ്പു ഇതിൽ മിക്സ് ചെയ്ത് നമുക്ക് എന്നും തല കുളിക്കുന്നവരുണ്ട്. ചിലർക്ക് എന്നും തല കുളിച്ചാലൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്നും നമ്മുടെ മുടിയിലെ ആ ഒരു ഡേർട്ടിനെയും അതുപോലെ തന്നെ മാറാനും മുടി നല്ല ഒരു ഡാമേജ് ഫ്രീ ആക്കാനും നമുക്കിങ്ങനെ മുടിയുടെ കൊഴിച്ചിൽ കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് ഇതുമാതിരി കടലമാവും ഫ്ലാക്സ് സീഡും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഷാമ്പു അല്ലെങ്കിൽ മുടി കഴുകാനുള്ള ഒരു കാര്യം എന്ന പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നും ഷാമ്പു യൂസ് ചെയ്യണ അത്ര നല്ലതൊന്നുമല്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വേണം, മുടി ഒന്ന് കഴുകാനായിട്ട് എന്തെങ്കിലും ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഫ്ലാക്സ് സീഡ് ജെല്ലും കടലമാവ് അല്ലെങ്കിൽ ചെറുപയർ മിക്സ് ചെയ്തിട്ട്, എനിക്ക് ഇവിടെ താല്പര്യം കടലമാവാണ്. കുറേ കൂടി എനിക്ക് മുടിയിൽ നിന്ന് അഴുക്ക് പോയിട്ട് തോന്നിയിട്ടുള്ളത് കടലമാവ് ഉപയോഗിക്കുമ്പോഴാട്ടെ എനിക്ക് തോന്നി പേഴ്സണലി. എണ്ണയൊക്കെ നന്നായി പോണതൊക്കെ. അപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവുകയും ചെയ്യും. ഓയിലി ഹെയർ ആർക്കൊക്കെ അടിപൊളിയാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് കുളിക്കാൻ നേരത്ത് ചെയ്യുക. ബാക്കിയുള്ള മിക്സ് നമ്മൾക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു ഷാമ്പു ആണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്. വെറും ഒരു ഷാമ്പു മാത്രമല്ല, നമുക്ക് മുടിയുടെ നമ്മുടെ എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കുറയ്ക്കാനും കൂടി ഹെൽപ്പ് ചെയ്യും. ഫ്ലാക്സ് സീഡ് മുടി വളർച്ചയ്ക്കും അങ്ങനെ അതുപോലെ മെയിൻ ആയിട്ട് മുടി നല്ലോണം സിൽക്കി ഡാമേജ് ഫ്രീ അതുപോലെ തന്നെ നല്ലോണം ഹെൽത്തി ആവാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന. അതേ നമ്മൾ നന്നായിട്ട് കട്ടകളൊക്കെ മിക്സ് ആക്കി എടുക്കുക. ഇത് നമുക്ക് കുളിക്കാൻ നേരത്ത് നമ്മൾ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മളെടുത്ത് നന്നായിട്ട് ഷാമ്പു യൂസ് ചെയ്യണ പോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിന്റെ ഗുണം ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് ഷാമ്പു ആണെങ്കിലും അങ്ങനെ, ഏത് കാര്യമാണെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്യണം. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്നാലാണ് അതിന്റെ ശരിക്കുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഷാമ്പു പ്രിപ്പയർ ചെയ്തു. ഇനി ഇതിന്റെ മിക്സ് ഉണ്ടല്ലോ, ഈ ഒരു ജെല്ല്, ഇത് ഞാൻ എൻ്റെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കിട്ടിയിട്ടോ. ഞാൻ പണ്ട് എപ്പോഴും മേടിച്ചൊരു ക്ലെൻസിങ് ഓയിലിന്റെ ബോട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഈ ഒരു ജെല്ല് എടുത്ത് വെക്കുക. ഏറ്റവും നല്ലത് നമ്മൾ എന്നും നമുക്കൊരു 5-10 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ഫ്ലാക്സ് സീഡ് എടുത്ത് തിളപ്പിച്ച് ജെല്ല് എടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടില്ല. പിന്നെ നമുക്ക് തിരക്കുള്ളവരാണ്, നമുക്കതൊന്നും അതിനൊന്നും നേരില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോ എന്ന് പറയുമ്പോൾ നേരിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തലയിൽ തേക്കരുത്. അപ്പൊ നമുക്ക് ജലദോഷപ്പനി, നീരിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. കുറച്ച് നേരം എടുത്തിട്ട് പുറത്ത് വെക്കുക. അതായത് ഫ്ലാക്സ് സീഡ് ജെല്ല് ഇതുപോലെ ഫ്രിഡ്ജിൽ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് കുറച്ച് വിടുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ഷാമ്പു കണ്ടില്ല ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പോൾ എന്നും ഇപ്പൊ തിളപ്പിച്ചെടുക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെച്ചിട്ട് കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ ഷാമ്പു ആയിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ല നമുക്ക് ഷാമ്പു എന്നും യൂസ് ചെയ്യണ അത്ര നല്ലതല്ലോ. നമുക്കിപ്പോൾ എപ്പോഴും
കൂടുതലായിട്ടുള്ള എപ്പോഴും നമ്മൾ പറയാ എന്തെങ്കിലും വീട്ടിലത്തെ കടലമാവോ ചെറുപയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അഷിക്കക്കായ പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അല്ലെങ്കിൽ ഹോം മെയ്ഡ് താളി പൗഡർ ഇങ്ങനെയൊക്കെ വെച്ച് യൂസ് ചെയ്യണതാണ് എപ്പോഴും നമ്മുടെ മുടിക്ക് നല്ലത്. മുടി ഡാമേജസ് കൂടാതിരിക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കടലമാവ് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് കാണിച്ചിട്ടുള്ളത് എന്നിട്ടാ. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇതിപ്പോ ഒരു പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കാണുന്നതല്ല, അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ അറിയാലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല രീതിക്ക് തന്നെ മുടി നല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഫ്ലാക്സ് സീഡിന്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഒരുപാട് പേർക്ക് അറിയാം. ഇപ്പോൾ നല്ലതാണ് മുടിക്കും നമ്മൾ കഴിക്കുന്നതും നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യണതൊക്കെ നല്ലതാ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ദേ നമ്മളിങ്ങനെ നന്നായിട്ട് അപ്ലൈ, ഞാനിപ്പോ ഒരു പാക്ക് മാതിരിയാണ് ഇത് കാണിക്കുന്നത്. കാരണം മുടി നനച്ചിട്ടൊന്നുമില്ല. ഇവിടെ നനച്ചു കഴിഞ്ഞാലേ ഞാനിവിടെ ഓണം എന്താ പറയാ വീഡിയോസിന്റെ സീരീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പൊ ഇവിടുത്തെ നിലമൊക്കെ വൃത്തികേടാവും, വെള്ളം കൊടന്ന് സെറ്റ് അങ്ങനെ ഒഴിക്കുമ്പോഴൊക്കെ. അപ്പൊ അതാകും ഇതാവണ കാരണം ഞാൻ നനയ്ക്കാണ്ട് ഇട്ട് കൊടുക്കണേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് മുടി സാധാരണ ഇങ്ങനെ ഷാമ്പൂ നമ്മളിവിടെ കഴുകി തലയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് അതിന്റെ ഒരു യൂസ് ചെയ്യണത്. ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് തേച്ച് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഒറ്റ യൂസ് കൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒറ്റ യൂസ് കൊണ്ട് നമുക്ക് തോന്നുന്നത് മുടി നന്നായിട്ട് അഴുക്കൊക്കെ പോയി നല്ല ആ ഒരു കുറെ എണ്ണയുള്ളത് പോയില്ല. അതായത് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണം അത്രയ്ക്ക് പവർ ഇല്ല. പക്ഷെ നമുക്ക് ഡെയിലി കുറെ എണ്ണയൊന്നും അങ്ങനെ ഫുള്ള് പറന്ന് കിടക്കണ്ടല്ലോ. പിന്നെ നമ്മുടെ ഷാമ്പൂയിൽ ഇത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആട്ടോ. അത്യാവശ്യം എണ്ണയൊക്കെ പോവുകയും ചെയ്യും, നമുക്ക് നല്ല ഗുണങ്ങളും കിട്ടും. അപ്പൊ നിങ്ങളുടെ താല്പര്യമാണ് കടലമാവ് മിക്സ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ഷാമ്പു മിക്സ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യത്തിന് അത് ചെയ്യാട്ടോ, നല്ലതാണ്. അപ്പൊ ഞാൻ മുടിയൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴുകണം. പിന്നെ ഞാനിത് ജസ്റ്റ് നമുക്കിങ്ങനെ പാക്ക് ഇടുന്ന മാതിരി വെച്ചേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നമ്മൾ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യണ മാതിരി ഇതെല്ലാം അവിടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പിടിപ്പിച്ച് നമുക്ക് കഴുകി അപ്പം തന്നെ കഴുകി കളയാവുന്ന രീതിയിലാണ് ഇത് യൂസ് ചെയ്യണത്. ഷാമ്പു ഇങ്ങനെയാണ് യൂസ് ചെയ്യുക അതുമാതിരി. ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകി അങ്ങനത്തെ ഒരു ഇത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നേരെ ഞാൻ ഇപ്പോൾ പോയി കുളിക്കും, തല കഴുകും. ഓക്കെ, അപ്പോൾ ഇത് പാക്കായിട്ടല്ല കേട്ടോ, ഞാൻ പാക്കായിട്ട് ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഞാനിതൊരു ഷാമ്പു മാതിരി നമുക്ക് എന്നും പാക്ക് ആകുമ്പോൾ എന്നും അങ്ങനെ യൂസ് ചെയ്യണതില്ല അല്ലല്ലോ. അപ്പോൾ ഷാമ്പു ആയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ഞാൻ കഴുകട്ടെ കേട്ടോ തല പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇതുമാതിരി നമുക്ക് ഇപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കിട്ടി, അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിലാക്കി മൂടി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നും ഇത് പ്രിപ്പയർ ചെയ്ത് വീട്ടിലെന്നും തിളപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. ഫ്ലാക്സ് സീഡ് കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കാൻ ഇത്ര വലിയ പണിയില്ല. പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാം. പക്ഷെ തണുത്തത് നേരിട്ട് അങ്ങനെ തന്നെ തലയിൽ തേക്കരുത്. അപ്പം നമുക്ക് ജലദോഷപ്പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ പുറത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തണുപ്പ് വിടുമ്പോൾ നമ്മുടെ ഷാമ്പു മിക്സ് ചെയ്ത് നമുക്ക് തല കഴുകാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, ആരും ഞാൻ നിർബന്ധിക്കുന്നില്ല കേട്ടോ. പിന്നത്തെ കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യണം, ഹെയർ കെയർ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഓണാകുമ്പോഴേക്കും നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ മുടിനെയും ഹെയറിനൊക്കെ വെളുത്തിട്ട് പാറാന്നല്ല, ഞാൻ വീണ്ടും പറയുന്നു, വെളുത്തിട്ട് പാറുക എന്നുള്ളതല്ല നമ്മുടെ എപ്പോഴും ഉദ്ദേശം. നമുക്ക് ആ സ്കിന്നൊക്കെ എന്തെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കുരുവോ പാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓണത്തിന് ഒരു 1 മന്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ മാത്രം വീഡിയോസ് കണ്ടാലും മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതൊന്നും ആരെയും നിർബന്ധിക്കുന്നില്ല, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്ലൈമറിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.